ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ റെഡ് ക്ലോ ക്രൈഫിഷുകളെ കുറിച്ച് കുറച്ച് ജനറൽ ആയിട്ട് കാര്യങ്ങളാണ് പറയാനായിട്ട് പോണത്. അതിന് മുമ്പായിട്ട് ഈ കാണുന്നത് നമ്മുടെ റെഡ് ക്ലോ ക്രൈഫിഷുകളുടെ കുഞ്ഞുങ്ങൾ കുറച്ച് സൈസ് ഉള്ളത് നമ്മൾ വാട്ടർ ചേഞ്ചിന് സമയത്ത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടതാണ്. ഈ റെഡ് ക്ലോ ക്രൈഫിഷുകളെ കുറിച്ച് പല ആൾക്കാർക്കും അറിയില്ല. അക്വേറിയം ഷോപ്പുകളിലും അതുപോലെ തന്നെ ഫാമുകളിലൊക്കെ കൂടുതലും ബ്രീഡ് ചെയ്ത് സെല്ല് ചെയ്യുന്നത് അലങ്കാര ക്രൈഫിഷുകളാണ്. അതായത് പല കളറുകളിൽ ഇറങ്ങുന്ന ക്രൈഫിഷുകൾ, റെഡ്, ഓറഞ്ച്, ബ്ലൂ ഇത്തരത്തിലുള്ള കളർ ക്രൈഫിഷുകൾ. അവരെ ജസ്റ്റ് അലങ്കാരത്തിന് മാത്രമായിട്ടാണ് പൊതുവെ വളർത്തുന്നത്. അതേസമയം ഈ റെഡ് ക്ലോ ക്രൈഫിഷുകളെ നമുക്ക് അലങ്കാരത്തിനായിട്ടും വളർത്താം, അതേസമയം ഭക്ഷണാവശ്യങ്ങൾക്കായിട്ടും വളർത്താം. ഈ ക്രൈഫിഷുകളെ ഏറ്റവും കൂടുതൽ വളർത്തുന്നത് ഈ തായ്ലൻഡ്, ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളിലാണ്. അവരുടെ നാട്ടിൽ ഇതിനെ അലങ്കാരത്തിനായിട്ടും ഭക്ഷണാവശ്യങ്ങൾക്കായിട്ടും നല്ല രീതിയിൽ വളർത്തുന്നുണ്ട്. ഞാൻ മുമ്പ് ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 5 സ്റ്റാർ ഹോട്ടലുകളിലേക്കൊക്കെ അവർ ബൾക്കായിട്ട് ഈ റെഡ് ക്ലോ ക്രൈഫിഷുകളെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഹോട്ടലുകളിലൊക്കെ ഇതൊരു എക്സോട്ടിക് ഫുഡാണ്. നമ്മളിവരെ വളർത്തുന്നത് അലങ്കാര ആവശ്യങ്ങൾക്കായിട്ട് തന്നെയാണ്, അല്ലാതെ ഫുഡിനായിട്ട് വളർത്താനുള്ള ആ ഒരു ഉദ്ദേശമൊന്നും ഇപ്പോൾ നമുക്കില്ല. മറ്റ് അലങ്കാര ക്രൈഫിഷുകളെ പോലെ അത്യാവശ്യം പ്രൈസുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു റെഡ് ക്ലോ ക്രൈഫിഷ്. ഏകദേശം ഈ സൈസ് വരുന്ന കുഞ്ഞുങ്ങൾ, അത്യാവശ്യം വലുപ്പമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് 150 രൂപ പ്രൈസ് വരുന്നുണ്ട്. ഈ റെഡ് ക്ലോ ക്രൈഫിഷുകളെ മറ്റ് ക്രൈഫിഷുകളിൽ നിന്ന് അല്ലെങ്കിൽ അലങ്കാര ക്രൈഫിഷുകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ സംഭവം തന്നെയാണ്. അതായത് ഇവരെ നമുക്ക് അലങ്കാരത്തിനും വളർത്താം, ഭക്ഷണാവശ്യങ്ങൾക്കായിട്ടും വളർത്താം. പിന്നെ ഇവിടെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല സൈസ് വെക്കുന്ന ക്രൈഫിഷുകളാണ്. 500 ഗ്രാം തൂക്കവും അതുപോലെ തന്നെ 1 ഫീറ്റ് വരെയൊക്കെ മാക്സിമം സൈസ് വെക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്പീഷീസാണ്. ഫ്രഷ് വാട്ടർ ക്രൈഫിഷുകളിൽ തന്നെ ഏറ്റവും സൈസ് വെക്കുന്ന ക്രൈഫിഷാണ് ഈ റെഡ് ക്ലോ ക്രൈഫിഷ്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ റെഡ് ക്ലോ ക്രൈഫിഷ് എന്നും വിളിക്കാറുണ്ട്. ബോഡിയുടെ കളർ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്. അഡൾട്ട് സൈസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് അവരുടെ കളർ വരുന്നത്. ഷെല്ലിൻ്റെ കളർ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ്. കാണാൻ നല്ല ഭംഗിയാണ്. മെയിലിനെയും ഫീമെയിലിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പം തന്നെ. തീരെ ചെറിയ സൈസിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് വളർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അവരുടെ ആ കടിക്കുന്ന ആ സാധനം ക്ലോസ് മെയിലിനാണെന്നുണ്ടെങ്കിൽ നല്ല വണ്ണത്തിലായിരിക്കും, ഫീമെയിലിനാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇവിടെ അടിഭാഗം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജെനിറ്റൽസ് നോക്കിയിട്ട് മെയിലിനെയും ഫീമെയിലിനെയും കൃത്യമായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മറ്റ് ക്രൈഫിഷുകളെ പോലെ തന്നെ ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യിക്കാനും പറ്റും. മെയിലിനെയും ഫീമെയിലിനെയും കൂടി നമ്മൾ ഒരു കണ്ടെയ്നറിലിട്ട് PVC പൈപ്പും കുറച്ച് ഹൈഡിങ് സ്പോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നാച്ചുറലായിട്ട് തന്നെ ബ്രീഡ് ആയിക്കോളും. ഈ കാണുന്നത് നമ്മൾ ബ്രീഡ് ചെയ്യിച്ചിറങ്ങിയ കുഞ്ഞുങ്ങളുടെ കുറച്ച് വലിയ സൈസാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കുഞ്ഞുങ്ങൾ ഇറങ്ങും. സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാവും. പിന്നെ ഇവരുടെ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരാനായിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 2 മാസമാണ്. നമുക്ക് ഇവരെ വളർത്തി ബ്രീഡ് ചെയ്യിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൺഫേംഡ് ആയിട്ട് തന്നെ പറയാനായിട്ട് സാധിക്കും. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സൈസ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 4 ഇഞ്ച്, 4.5 ഇഞ്ച്, അല്ലെങ്കിൽ 5 ഇഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. 5 ഇഞ്ച് സൈസ് വരെയാണ് ആയിട്ടുള്ളത്. പക്ഷേ ഞാൻ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളത് ഏകദേശം 8 ഇഞ്ച് സൈസ് ഉള്ളത് വരെ നമ്മൾ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ ബോഡിയാണ്. അതായത് ടെയിൽ മുതൽ ക്ലോസിൻ്റെ ആ ഒരു എൻഡ് ഭാഗം വരെയാണ്. ഹെഡ് തൊട്ട് ടെയിൽ വരെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 5 ഇഞ്ച് 6 ഇഞ്ചൊക്കെ ആയിരിക്കും. 6 ഇഞ്ച് ബോഡി സൈസും പിന്നെ ക്ലോസും കൂടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കടിക്കുന്ന സാധനം അത് തൊട്ട് നമ്മൾ ടെയിൽ വരെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8 ഇഞ്ച് സൈസ് ഉള്ളതിന് വരെ ഞാൻ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം 1 ഫീറ്റ് വരെ സൈസ് വെക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ക്രൈഫിഷാണ്. നല്ല രീതിയിലൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം വലിയ സ്പേസ് കൊടുത്തൊക്കെ വളർത്തുകയാണെങ്കിൽ, ഇൻഡിവിജ്വൽ കെയറൊക്കെ കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറഞ്ഞതുപോലുള്ള സൈസിലേക്കൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റ് ക്രൈഫിഷുകളിൽ നിന്ന് ഇവരെ വ്യത്യസ്തരാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇവരുടെ ആയുസ്സാണ്. ഇവർ ഏകദേശം 5 വർഷം 6 വർഷം വരെയൊക്കെ ജീവിക്കും. അത്രയും ആയുസ് ഉണ്ട്. സാധാരണ ക്രൈഫിഷുകൾ പറയുന്നത് ഒരു 2 വർഷം വരെയൊക്കെയാണ് അവരുടെ ആയുസ് പറയുന്നത്. അതായത് ഈ ഒരു അലങ്കാര ക്രൈഫിഷുകൾ, റെഡ് കളറ്, ബ്ലൂ കളറിലൊക്കെ നമ്മൾ കാണുന്ന അലങ്കാര ക്രൈഫിഷുകളുടെ ആയുസ് പറയുന്നത് 2 വർഷം അല്ലെങ്കിൽ മാക്സിമം 3 വർഷം വരെയൊക്കെയാണ്. ഇതിൻ്റെ ആയുസ് നേരെ ഡബിളാണ് വരുന്നത്. ഈ അലങ്കാര ക്രൈഫിഷുകളായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞു ഈ കളർ ക്രൈഫിഷുകൾ ഞാൻ ഇൻട്രസ്റ്റഡ് തന്നെയാണ് അവരെ വളർത്താനായിട്ട്. എങ്കിലും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ ചൂസ് ചെയ്തപ്പോൾ അതിൽ ഇത്തരത്തിലെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള വെറൈറ്റീനെ ചൂസ് ചെയ്തു എന്ന് മാത്രം. അതായത് അത്യാവശ്യം സൈസ് വയ്ക്കുന്ന ഒരു വെറൈറ്റീനെ എടുത്തു എന്ന് മാത്രം. മീനുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രൈഫിഷുകൾക്ക് കുറച്ച് എക്സ്ട്രാ സെറ്റപ്പുകൾ വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു വെറൈറ്റിയിൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വലിപ്പമുള്ള വെറൈറ്റി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റെഡ് ക്ലോ ക്രൈഫിഷുകളെ നമ്മൾ ചൂസ് ചെയ്തത്. എൻ്റെ ഒരു അറിവിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്രൈഫിഷിനെ വാങ്ങി വളർത്തി എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് ക്രൈഫിഷുകളെയും അല്ലെങ്കിൽ മറ്റ് വെറൈറ്റീനെ വാങ്ങി വളർത്താനും ആ സെയിം എക്സ്പീരിയൻസ് തന്നെ മതി. മീനുകളുടെ പോലെ അങ്ങനെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് അറിയേണ്ട ഒരു സംഭവം ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എങ്കിലും ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ റെഡ് ക്ലോ ക്രൈഫിഷുകളാണെന്നുണ്ടെങ്കിൽ സാധാരണ അലങ്കാര ക്രൈഫിഷുകളെക്കാളും ഇമ്മ്യൂണിറ്റി കൂടുതലാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ക്ലൈമറ്റുകളോടും ഇവർ നല്ല രീതിയിൽ അഡാപ്റ്റ് ആവും സാധാരണ അലങ്കാര ക്രൈഫിഷുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജുകൾ അല്ലെങ്കിൽ ഡിഫറൻസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിവരെ വളർത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണാവശ്യങ്ങൾക്കായിട്ടല്ല. നമ്മുടെ ഉദ്ദേശം അലങ്കാരത്തിനായിട്ടുള്ള ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ വളർത്തി മാക്സിമം സൈസിലാക്കുക എന്നുള്ള ആ ഒരു ടാർഗറ്റ് നമുക്കുണ്ട്. അതിൽ എത്രത്തോളം വിജയിക്കുന്നു നമുക്കറിയില്ല. ജസ്റ്റ് ട്രൈ ചെയ്യാം.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോകളിലൊക്കെ കണ്ട ആ ഒരു സൈസ് എന്ന് പറയുന്നത് അത് മാക്സിമം സൈസ് ഏകദേശം 8 ഇഞ്ചൊക്കെയാണ്. അതുപോലെ ആ ഒരു 8 ഇഞ്ച് സൈസിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ള ആ ഒരു ടാർഗറ്റ് നമുക്കുണ്ട്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻഡിവിജ്വൽ കെയർ കൊടുത്ത് വളർത്തുന്നതാണ് നല്ലത്. ഒരുമിച്ച് ഒരൊറ്റ ടാങ്കിലിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവർ സൈസ് വെക്കുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ ടാങ്കിന് നല്ല സ്പേസ് വേണം. നിങ്ങൾ ഈ മഡ് ക്രാബുകളൊക്കെ വളർത്തുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇൻഡിവിജ്വൽ കെയർ കൊടുത്ത് ഇൻഡിവിജ്വൽ സ്പേസിലാണ് ഓരോന്നിനെയും വളർത്തുന്നത്. ആ ഒരു രീതിയിൽ ഇവരെയും വളർത്തി കഴിഞ്ഞാൽ ആ ഒരു സൈസിലേക്ക് അല്ലെങ്കിൽ മാക്സിമം സൈസിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവരെ ഇതുവരെ വളർത്തിയുള്ള എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ വളർച്ച വയ്ക്കുന്നുണ്ട്. അതേസമയം ഇവർക്ക് സ്ട്രെസ് വരുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതവരുടെ ഗ്രോത്തിനെ ബാധിക്കുന്നത് മാത്രമല്ല ഡെഡായി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വലുതായി വരുന്നതിനനുസരിച്ച് എല്ലാവരെയും ഇൻഡിവിജ്വൽ ട്രേകളിലിട്ട് വളർത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നീട് വലുതായി വരുന്നതിനനുസരിച്ച് വലിയ സ്പേസ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രേഫിഷുകളിലെ ഭീമന്മാരായിട്ടുള്ള ഇവരെ ആ ഒരു വലിയ സൈസിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ ഫ്യൂച്ചർ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.